ഹലോ നമസ്കാരം, RT മീഡിയയിലേക്ക് സ്വാഗതം. പതിവ് പോലെ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് LPST റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. റാങ്ക് ലിസ്റ്റ് വന്നിട്ട് 3 ആഴ്ച കഴിഞ്ഞു. PSCയിൽ നിന്ന് പുതുതായിട്ട് അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ കഴിഞ്ഞ ലിസ്റ്റുമായി ബന്ധപ്പെട്ട ഓരോരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പലരും ആശങ്കകളുടെ കാര്യങ്ങളോടാണ് സംസാരിക്കുന്നത്. കൂടുതലും ഒരു അനാവശ്യമായ ഭീതി പലരുടെയും മനസ്സിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലരും പറയുന്നത് ഡിവിഷൻ ഫാളിൻ്റെ പ്രശ്നങ്ങളാണ്. എന്നോട് കമൻറ്റിൽ ചോദിച്ചിരുന്നു, നേരിട്ടും പലരും ചോദിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു നിയമന നില നിയന്ത്രിക്കുന്നത്, നിയമന നില മുന്നോട്ട് പോകുന്നത് എന്തൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടാണ് എന്നുള്ളതാണ്. അതിൽ ഡിവിഷൻ ഫാൾ ഒരു പ്രശ്നമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും ഡിവിഷൻ ഫാൾ അല്ല പ്രധാനമായും ഒരു നിയമന നില ഒരു ഹൈക്ക് വരുന്നതിൽ, വർധന വരുന്നതിൽ അല്ലെങ്കിൽ നിലനിന്ന് പോകുന്നതിൽ സ്വാധീനിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം, അതാത് വർഷങ്ങളിലെ റിട്ടയർമെൻറ്റ് വേക്കൻസി എത്ര വരുന്നു, അതുപോലെ റിപ്പോർട്ടിങ്, അതുപോലെ പ്രൊമോഷൻസ് വരുമ്പോൾ എത്രത്തോളം പ്രൊമോഷൻസ് നടക്കുന്നു, അതിനനുസരിച്ചൊക്കെ നിയമന നിലയെ സ്വാധീനിക്കും. പ്രൊമോഷൻസ് നടക്കുമ്പോൾ ആ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത്, അതിലേക്കുള്ള പ്രൊമോഷൻ, ഒരു എച്ച് എം വേക്കൻസി എത്രയോ സ്കൂളുകളിൽ വേക്കൻ്റായി കിടക്കുന്നത് ഫില്ല് ചെയ്യാനുള്ള ആ തീരുമാനം വരുമ്പോൾ എത്രത്തോളം പ്രൊമോഷൻസ് നടക്കും, അതുപോലെ റിട്ടയർ ചെയ്യുന്ന സമയത്ത് ആ പോസ്റ്റിലേക്ക് പ്രൊമോഷൻ നടക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഒരു നിയമന നിലയെ പ്രധാനമായും സ്വാധീനിക്കുക. നിങ്ങൾ അറിയുന്നല്ലോ, ഒരു മെയ് 31 റിട്ടയർമെൻറ്റിന് ശേഷം നടക്കുന്ന ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടല്ലോ, ആ സമയത്ത് നടക്കുന്ന ബൾക്ക് എണ്ണം മറ്റു ഒരു സമയത്ത് നടക്കില്ല. അതുപോലെയാണ് മാർച്ച് 31 റിട്ടയർമെൻറ്റ് വേക്കൻസി, പ്രൊമോഷൻസ് നടക്കുന്നത്. ഈ കാര്യങ്ങളാണ് പ്രധാനമായും നിയമന നിലയെ സ്വാധീനിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഡിവിഷൻ ഫാൾ ഒരു ഫാക്ടർ ആണെങ്കിൽ പോലും അത് ചെറിയ രീതിയിലേ ബാധിക്കുകയുള്ളൂ എന്ന് ഞാൻ പലരോടും മറുപടി പറയാറുണ്ട്. അതുകൊണ്ട് അനാവശ്യമായ ഭീതിയുടെ കാര്യമില്ല. നിയമന നില പല സ്ഥലത്തും കുറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ കാലഘട്ടത്തിലുണ്ടായ കുറേ പ്രശ്നങ്ങളാണ്. ആ കാലത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യങ്ങൾ, നിയമനം എത്രത്തോളം നടത്തണം എന്നുള്ളത്, പ്രൊമോഷൻസ് എത്രത്തോളം നടത്തണം എന്നുള്ളത് പരിമിതപ്പെടുത്തിയ സമയത്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ നിയമന നില കുറഞ്ഞത്. വരും കാലങ്ങളിൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞാൻ പലരുമായി പങ്കുവെക്കുന്നത്. അനാവശ്യ ഭീതിയുടെ കാര്യമില്ല എന്ന് മാത്രം ഈ ആദ്യഘട്ടത്തിൽ ഞാൻ പറയുന്നു. ഒരുപാട് പേര് ആവശ്യപ്പെട്ട പകരം ഓരോ ജില്ലയുടെയും റാങ്ക് നില ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാറുണ്ട്, സാധ്യതകൾ പറയാറുണ്ട്. ഒരു പ്രഡിക്ഷൻ അല്ല, സാധ്യതകളാണ്. അതായത് 1-2 വർഷത്തെ നിയമന നില പരിശോധിച്ച് റാങ്ക് ലിസ്റ്റിലെ എണ്ണവും ഓരോ കാറ്റഗറിയുടെ എണ്ണവും പരിശോധിച്ചിട്ടാണ് ഇത്രത്തോളം നിയമനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറയുന്നത്. ഈ സാധ്യത പറയുന്നത് കുറച്ച് മറ്റുള്ളവർക്ക് പഠിക്കാനും കൂടിയുള്ള അവസരമാണ് എന്നുള്ള ഉദ്ദേശത്തിലാണ്. അതായത് നമ്മൾ ഇതിൽ നിർത്തേണ്ട, മറ്റുള്ളവർ പഠിച്ചു തുടങ്ങിക്കോളൂ എന്നുള്ള സാധ്യതയും കൂടിയാണ് ഈ ഘട്ടത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തുടങ്ങുന്നത്. ഇന്ന് ഞാൻ വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഒരുപാട് പേര് ആവശ്യപ്പെട്ടിരുന്നു ആലപ്പുഴ ജില്ലയുടെ കാര്യമാണ്. ആലപ്പുഴ ജില്ലയിലെ റാങ്കിൽ ഉദ്യോഗാർത്ഥികൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് ആലപ്പുഴ ജില്ലയിലെ റാങ്ക് സാധ്യതകളാണ് ഞാൻ ആദ്യം വിലയിരുത്താൻ ഉദ്ദേശിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ റാങ്ക് ലിസ്റ്റ് നോക്കിയപ്പോൾ അത് 508 പേരാണുള്ളത്. മുന്നത്തെ ലിസ്റ്റിൽ അത് 707 ആയിരുന്നു. ഏതാണ്ട് 200 എണ്ണം, 199 പേരുടെ കുറവ് ഈ ലിസ്റ്റിൽ നിന്നുണ്ട്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് ആയത് 224 ടോട്ടൽ അഡ്വൈസ് വന്നിട്ടുണ്ട്. 224, ആ 707 പേരുടെ ലിസ്റ്റിൽ നിന്ന് 224 അഡ്വൈസ് വന്നിട്ടുണ്ട്. അതിൽ മുഴുവൻ മെയിൻ ലിസ്റ്റ് അല്ല എന്ന് ഓർക്കണം. ഇത്തവണത്തെ 508 പേരുടെ ലിസ്റ്റിൽ നിന്ന് 263 പേര് മെയിൻ ലിസ്റ്റിലും 245 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഉണ്ട്. 263 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. അതിൽ ഞാൻ ഒരു കാറ്റഗറി നോക്കുമ്പോൾ ഏതൊക്കെയാണ് കാറ്റഗറിയിലാണ് ആൾക്കാരുള്ളത് നോക്കിക്കഴിഞ്ഞാൽ, ജനറൽ ഓപ്പൺ കോമ്പറ്റീഷനിൽ 43 പേരുണ്ട്. EWS 39 പേര് മെയിൻ ലിസ്റ്റിലുണ്ട്, 26 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലുണ്ട്. ഈഴവ EBT കാറ്റഗറിയിൽ 89 പേര് മെയിൻ ലിസ്റ്റിലും 56 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും. SC 5 പേര് മെയിൻ ലിസ്റ്റിൽ, 35 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ. ST ആരുമില്ല മെയിൻ ലിസ്റ്റിൽ, 8 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ. മുസ്ലിം 43 പേര് മെയിൻ ലിസ്റ്റിലും 52 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും. OBC 8 പേര് മെയിൻ ലിസ്റ്റിൽ, 13 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും. വിശ്വകർമ്മ 5 പേര് മെയിൻ ലിസ്റ്റിൽ, 12 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ. LC ആംഗ്ലോ 17 പേര് മെയിൻ ലിസ്റ്റിൽ, 26 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ. SIC നാടാർ 3 പേര് മെയിൻ ലിസ്റ്റിൽ, 5 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ. ഹിന്ദു നാടാർ 3 പേര് മെയിൻ ലിസ്റ്റിൽ, 1 സപ്ലിമെൻ്ററി ലിസ്റ്റിൽ. SCCC ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ക്രിസ്ത്യൻ മെയിൻ ലിസ്റ്റിൽ ആരുമില്ല, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 5 പേര്. ധീവര 8 പേര് മെയിൻ ലിസ്റ്റിൽ, 4 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ. ധീവര എണ്ണം താരതമ്യേന കുറച്ച് കൂടുതലാണ് മെയിൻ ലിസ്റ്റിൽ, 8 പേര്. മറ്റ് പല ലിസ്റ്റുകളിലും പരിഗണിക്കുമ്പോൾ അത്ര വരാറില്ല. ഡിസേബിൾഡ് കാറ്റഗറിയിൽ, ഡിഫറൻ്റ്ലി ഏബിൾഡ് കാറ്റഗറിയിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിലാണ് LD or CP 4 പേര്, LV 4 പേര്,
DIM 3 പേര്, HI ഒരാൾ, അങ്ങനെ ടോട്ടൽ 263 പേര് മെയിൻ ലിസ്റ്റിലും 245 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും. ഇങ്ങനെയാണ് ലിസ്റ്റിലെ ഓരോ കാറ്റഗറി വെച്ചുള്ള നിയമന നില വരുന്നത്. അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് 224 അഡ്വൈസ് വന്നിട്ടുണ്ട്. അവസാനത്തെ അഡ്വൈസ് വരെ വന്നിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ ലിസ്റ്റിലെ അഡ്വൈസ് വന്നിരിക്കുന്നത് ഫസ്റ്റ് അഡ്വൈസ് 30/6/22 30, അതായത് നമുക്കിപ്പോൾ ഈ ജൂൺ 30 ആവാനായി. ഈ ജൂൺ 30 സമയത്ത് അവിടെ അഡ്വൈസ് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു അപ്ഡേറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. അവിടെ വേക്കൻസികളുടെ റിപ്പോർട്ടിൻ്റെ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ചൊരു അപ്ഡേറ്റ് ഒരു മാസം കൊണ്ട് വന്നിട്ടില്ല എന്നുള്ള കാര്യം. അത് കാരണം ഏതാണ്ട് മെയ് 12 വരെയുള്ള വേക്കൻസികൾ 20-ാം തീയതി ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിൽ. 20/5/25 ലാസ്റ്റ് അഡ്വൈസ്. അതിൽ 12/5 വരെയുള്ള വേക്കൻസി 14 വേക്കൻസിയാണ് അതിൽ ഫില്ല് ചെയ്തത്. 12/5 വരെയുള്ള, അതായത് മെയ് 12 വരെയുള്ള വേക്കൻസികൾ ഫില്ല് ചെയ്തിട്ടുണ്ട് എന്നാണ് PSC സൈറ്റിൽ നിന്ന് അറിയുന്നത്. അതിൽ തന്നെ 6 ടേൺ പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതെല്ലാം ഡിസേബിൾഡ് കാറ്റഗറിയിലാണ്. ഒരു HI 2, LDO-CP 2, അതിൽ LV 2. അവർ ഈ ലിസ്റ്റിൽ നിന്ന് തന്നെ ആദ്യം അവർ സപ്ലിമെൻ്ററി ലിസ്റ്റിലാണ്. അവരെന്തായാലും അപ്പോയിൻ്റ് ആവും. കാരണം ഈ ടേൺ വരുമ്പോൾ അതിൽ അപ്പോയിൻ്റ് ആവും സാധ്യതയുണ്ട്. നമുക്ക് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് ഉള്ള നിയമന നില നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺ കോമ്പറ്റീഷൻ 190 വരെയാണ് വന്നിരുന്നത്. ഈഴവ 197, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 7 വരെ, ST എല്ലാവരും എടുത്തു. അത് ഈ ലിസ്റ്റിൽ നിന്നും ST ഏതാണ്ട് പോകുമെന്ന് വിചാരിക്കുന്നു. മുസ്ലിം 210 റാങ്ക് വരെ, LCO റാങ്ക് 200, OBC സപ്ലിമെൻ്ററി ലിസ്റ്റ് 1, വിശ്വകർമ്മ 216 റാങ്ക് വരെ, SIC നാടാർ കുറവായിരുന്നു. SIC നാടാർ ആലപ്പുഴ ജില്ലയിൽ കുറച്ചധികം കഴിഞ്ഞ ലിസ്റ്റിലുണ്ടായിരുന്നു തോന്നുന്നു. SCCC സപ്ലിമെൻ്ററി ലിസ്റ്റ് 1, ധീവര ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ ലിസ്റ്റിലും എണ്ണമുണ്ട്, വിത്തിൻ OC ആയിരുന്നു. ഹിന്ദു നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 1, LDO-CP കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിലെ അഡ്വൈസിൻ്റെ നില വന്നിരുന്നത്. ഞാൻ ഏതാണ്ട് ആലപ്പുഴ കേസ് പരിഗണിക്കുമ്പോൾ അതിന് മുമ്പത്തെ കേസ് 433 അഡ്വൈസൊക്കെ പോയ സമയമുണ്ട്. അതിൻ്റെ തൊട്ട് മുമ്പത്തെ ലിസ്റ്റ് 433 അഡ്വൈസ് ആയിരുന്നു. കഴിഞ്ഞ ലിസ്റ്റ് 224 നമുക്ക് 433 വരെ വരുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എങ്കിലും കുറച്ചും കൂടി കൂടാനുള്ള സാധ്യത 224 കുറച്ചും കൂടി കൂടാൻ തന്നെയാണ് സാധ്യത. അതിന് ഇനിയും കുറയാനുള്ള സാധ്യതയില്ല. 224 എന്നുള്ള ഒരു താഴെ ലെവലിലുള്ള അഡ്വൈസ് തന്നെയാണ് ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച്. ഇനിയിപ്പോൾ മറ്റ് ഒരു കൂടാനുള്ള സാധ്യതയെ ഞാൻ കാണുന്നുള്ളൂ, മറ്റ് കുറയാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. പ്രത്യേകിച്ച് അവസാന സമയത്തൊക്കെ നിയമനം അത്യാവശ്യം നടന്നിട്ടുണ്ട്. ആദ്യകാലത്ത് കുറച്ച് നടന്നു, പിന്നെ കുറേ കാലം പെൻഡിങ്ങായി ഇഴഞ്ഞു നീങ്ങി, പിന്നീട് അങ്ങോട്ട് നിയമനം അത്യാവശ്യം നടക്കുന്ന സമയമാണ് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നുണ്ടായത്. അതേ ലെവലിൽ തന്നെയാണ് ഇപ്പോഴും വരുന്നത്. അത് ഒഴിവുകൾ അനുസരിച്ച് ഗ്രാജുവലി, പിന്നെ ഫസ്റ്റ് അഡ്വൈസിലൊന്നും അധികം നിയമനം ഉണ്ടാവില്ലെങ്കിലും ഗ്രാജുവലി നിയമനം നടക്കുന്ന സാധ്യതയാണ് ഈ ലിസ്റ്റിൽ നിന്ന് കാണുന്നത്. അതങ്ങനെ നോക്കിയാൽ ഏറ്റവും കുറഞ്ഞ 225 ആ റേഞ്ചിൽ വരികയാണെങ്കിൽ എത്ര വരും എന്നുള്ള ആദ്യം പരിഗണിക്കുന്നത്. അടുത്ത കേസ് ഞാൻ അടുത്ത് പറയാം. ആ ഒരു 225 അഡ്വൈസ് 226 അഡ്വൈസാണ് വരുന്നതെങ്കിൽ ഓപ്പൺ കോമ്പറ്റീഷൻ വരുന്ന ഞാനൊരു റൊട്ടേഷൻ തയ്യാറാക്കിയിട്ട് അതിൽ നിന്നൊരു കണക്കാണ് പറയുന്നത്. ഓപ്പൺ കോമ്പറ്റീഷൻ 185 185 റാങ്ക് വരെ വരാം. EWS 197 റാങ്ക് വരെ. ഞാൻ നേരത്തെ ലിസ്റ്റിൽ പറഞ്ഞ EWS 39 പേര് മെയിൻ ലിസ്റ്റിലും 26 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലുമുണ്ട്. EWS 197, ഈഴവ 199, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 12, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 5 വരെ, മുസ്ലിം 210, LC ആംഗ്ലോ ഇന്ത്യൻ 190, OBC സപ്ലിമെൻ്ററി ലിസ്റ്റ് 1, വിശ്വകർമ്മ സപ്ലിമെൻ്ററി ലിസ്റ്റ് 1, SIC നാടാർ 213. വിശ്വകർമ്മ ഒരു നിയമനം കൂടി 240 വരെയാണ്. ഒരു നിയമനം കൂടി നടക്കുകയാണെങ്കിൽ, കുറച്ചും കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് 1 വരാം എന്നാണ് പറയുന്നത്. SCCC സപ്ലിമെൻ്ററി ലിസ്റ്റ് 3, ധീവര 193. ഞാനതാ പറഞ്ഞത്, ധീവര സാധാരണഗതിയിൽ ആലപ്പുഴ ജില്ലയിൽ അത്രയും അധികം വരുന്നില്ല, 193 വരുന്നുള്ളൂ. ഹിന്ദു നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 1. ഇങ്ങനെയാണ് ഒരു 225 അഡ്വൈസ് വരികയാണെങ്കിൽ വരുന്ന ഒരു നില. ഈ ഒരു ലെവലിലായിരിക്കും ആലപ്പുഴ ജില്ലയിൽ അതിൽ കൂടാനാണ് എപ്പോഴും സാധ്യത. ഇനി നമ്മൾ കുറച്ചും കൂടി ഒരു 300 റേഞ്ച് അഡ്വൈസ്, ഒരു 300 റേഞ്ചിലേക്ക് വരികയാണെങ്കിൽ അതിലേക്ക് വരട്ടെ എന്ന് ആശിക്കാൻ വരാനുള്ള സാധ്യതയുണ്ട്. അത്യാവശ്യം നല്ല 3 വർഷം സമയമുണ്ട്. അടുത്ത വർഷത്തെ റിട്ടയർമെൻ്റ് ഉണ്ട്, പ്രൊമോഷൻസ് ഉണ്ട്, അതിൻ്റെ അടുത്ത വർഷത്തുണ്ട്. അങ്ങനെ 3 വർഷത്തെ സാധ്യതകളുണ്ട്. അപ്പോൾ വരുമ്പോൾ എങ്ങനെയാലും നിയമനങ്ങൾ എത്തിച്ചേരും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പിന്നെ NJD വേക്കൻസിയൊക്കെ വരികയാണെങ്കിൽ അഡ്വൈസ് 300 അഡ്വൈസ് വരികയാണെങ്കിൽ ഒരു സാധ്യതയാണ് പറയുന്നത്. കഴിഞ്ഞ മുന്നത്തെ വർഷം ഓർക്കാൻ 433 ഉണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ഒരിക്കലും എടുത്തിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ 225 പിന്നെ കുറച്ചുകൂടി കൂടുന്ന ഒരു 300 ലെവൽ. ഞാൻ എപ്പോഴും ലീസ്റ്റ് ഇതിലേക്ക് പരിഗണിക്കാറുള്ളൂ. പലപ്പോഴും ഒരു അമിത പ്രതീക്ഷകൾ പലർക്കും കൊടുക്കുന്ന ഒരു ശീലം എനിക്കില്ലാത്തതുകൊണ്ടാണ്.
അത്യാവശ്യം നെഗറ്റീവായിട്ട് തന്നെയാണ് ഞാൻ പറയുക. അതിൽ കൂടുതൽ നെഗറ്റീവ് മറ്റു പലരും പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു 300 അഡ്വൈസ് വരികയാണെങ്കിൽ ഉള്ള ഒരു റൊട്ടേഷൻ ചാർട്ട് വരാം. ഓപ്പൺ കോമ്പറ്റീഷൻ 253 റാങ്ക് വരെ വരാം. EWS 262, ഈഴവ 256, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 19, ST ഓൾ, മുസ്ലിം സപ്ലിമെൻ്ററി ലിസ്റ്റ് 2, LCR ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെൻ്ററി ലിസ്റ്റ് 3, OBC സപ്ലിമെൻ്ററി ലിസ്റ്റ് 3, വിശ്വകർമ്മ സപ്ലിമെൻ്ററി ലിസ്റ്റ് 4, SIC നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 1. അതിലേക്ക് സപ്ലിമെൻ്ററി ലിസ്റ്റ് 1ലേക്ക് എത്തണമെങ്കിൽ ഒരു 305 അഡ്വൈസ് എങ്കിലും വരേണ്ടി വരും. SCCC സപ്ലിമെൻ്ററി ലിസ്റ്റ് 3, ധീവര 220, അതും ഓപ്പൺ കോമ്പറ്റീഷനകത്താണ് വരുന്നത്, ഓർക്കുക. ഹിന്ദു നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 1. ഇങ്ങനെയായിരിക്കും ഒരു 300 അഡ്വൈസിൻ്റെ അടുത്ത് 300-305 അഡ്വൈസ് വരികയാണെങ്കിൽ വരുന്ന ഒരു സ്ഥിതി. ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഇത്രയാണ് ഒരു അസസ്മെൻ്റാണ് നമ്മൾ നടത്തുന്നത്. ഏതാണ്ട് 2-3 വർഷത്തെ സമയമുണ്ട്. ഈ സമയത്ത് എന്ത് തന്നെയായാലും പ്രൊമോഷൻസ് നടക്കും, റിട്ടയർമെൻറ്റ് നടക്കും, മറ്റ് കറക്റ്റായിട്ട് റിപ്പോർട്ടിങ് നടക്കും, അതൊക്കെ പ്രതീക്ഷിക്കാം നമുക്ക്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിയമനങ്ങൾ നടക്കുന്ന സ്ഥിതി വന്നാൽ സാധാരണഗതിയിൽ നോർമലി മുമ്പത്തെ നടന്ന അതേ നോർമലായിട്ട് നടന്നു കഴിഞ്ഞാൽ ഇത്രയും നിയമനങ്ങൾ എന്തായാലും നടക്കും, അതിലൊരു സംശയം വേണ്ട. ഇത്രയാണ് ഒരു അസസ്മെൻറ്റിൽ ഞാൻ പറയുന്നത്. ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പരമാവധി സമയത്തിനനുസരിച്ച് ഞാൻ മറുപടി പറയാൻ ശ്രമിക്കാം. പ്രൊഡിക്ഷൻസ് ആണ് പലപ്പോഴും, അത് നിങ്ങൾ മനസ്സിലാക്കി ഈ ഡാറ്റ മറ്റു പലരിലേക്കോ നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കോ നിങ്ങൾക്ക് ആവശ്യമുള്ളവരിലേക്കോ എത്തിക്കാൻ ശ്രമിക്കുക. ഒരു ചാനലിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഡാറ്റയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് എത്തിക്കാനും ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിശ ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു.